അറിയിപ്പുകൾ. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങൾ ചെയ്തതും കാഴ്ച സമർപ്പണം നടത്തിയതും ഇന്നലെ പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തത് സെൻറ്റ് ബെനഡിക്റ്റ് കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരുന്നു. അവർക്ക് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അവരുടെ പ്രത്യേക പാർട്ടിസിപ്പേഷനും പ്രത്യേക നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്ത ഞായറാഴ്ച പ്രസ്തുത കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് സാങ്ക്ത മരിയ യൂണിറ്റ് അംഗങ്ങളായിരിക്കും. ഇന്നലെ മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കിയത് കാരുണ്യമാത കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരുന്നു. അവർക്ക് പ്രത്യേകം നന്ദി. അടുത്ത ശനിയാഴ്ച മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കേണ്ടത് ലൂർദ് മാത കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ കാഴ്ച സമർപ്പണം സെൻറ്റ് ജേക്കബ് കുടുംബ യൂണിറ്റ് 3000 രൂപ. കഴിഞ്ഞ ഞായറാഴ്ചയിലെ സഞ്ചി പിരിവ് ബസിലിക്കയിലെ സഞ്ചി പിരിവ് 19,700 രൂപ. സെയിൻറ്റ് ജോസഫ് കപ്പേളയിലെ സഞ്ചി പിരിവ് 5,350 രൂപ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ദശാംശ സമർപ്പണമാണ്. അത് നിങ്ങൾ ഗൗരവത്തോടുകൂടി എടുത്ത് ഒരു കാര്യമായി അതുമായി സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച എപ്പോഴും നിങ്ങൾ ഒരുങ്ങി വരിക. നേരത്തെ പറയണമെന്നില്ല, നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ഞായറാഴ്ചയാണ് അമ്പതിരുനാൾ. രാവിലെ 6 മണിയുടെ ദിവ്യബലിക്ക് ശേഷം കുടുംബ യൂണിറ്റുകളിലേക്ക് അമ്പ് നൽകുന്നതാണ്. തലേ ദിവസം അമ്പ് എടുക്കുന്ന യൂണിറ്റുകൾ തലേന്ന് വൈകുന്നേരം 6 മണിക്ക് എത്തിച്ചേർന്ന് അമ്പ് ഏറ്റുവാങ്ങേണ്ടതാണ്. അടുത്ത ഞായറാഴ്ച 8:30 ദിവ്യബലി ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 4:30 സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ദേവാലയത്തിലേക്ക് പ്രദക്ഷിണം ആരംഭിക്കുന്നു. 5:30 ദിവ്യബലി. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്തതുപോലെ എല്ലാവരും ഭംഗിയായി ഏറ്റവും ഭക്തിയോടുകൂടി വിശുദ്ധനോടുള്ള വണക്കം നന്നായിട്ട് ആചരിക്കുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ ഭക്തിയോടുകൂടി വിശുദ്ധൻ്റെ അമ്പ് നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ തയ്യാറാവുക. കുടുംബ യൂണിറ്റ് ഭാരവാഹികളുമായിട്ട് എല്ലാവരും സഹകരിക്കുക. നമ്മൾ ഇവിടെ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ശനിയാഴ്ച ദിവസങ്ങളിൽ മനസ്സമ്മതം, അതോടൊപ്പം തന്നെ ആണ്ട് കുർബാനകൾ, 7 കുർബാനകൾ ഇതൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾക്ക് 12 മണിക്ക് ശേഷം മാത്രമേ വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം 10:00 നൊവേന ആരംഭിച്ച് 12:15 നൊവേന അവസാനിക്കുന്നത്. അത് പ്രകാരം പലപ്പോഴും ബുദ്ധിമുട്ട് പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ ഉച്ചതിരിഞ്ഞും അത് വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഒരു ചെറിയ സമയക്രമം ഇപ്രകാരം ചിന്തിക്കുകയാണ്. അപ്പോൾ ഫെബ്രുവരി മുതൽ മാതാവിൻ്റെ നൊവേന 10:00 നൊവേന 9 മണിക്കായിരിക്കും. അപ്പോൾ 9 മണിക്ക് കുർബാന, തുടർന്ന് നൊവേന ആരാധന. അപ്പോൾ നമ്മൾ 10:30 മണിയാകുമ്പോഴേക്കും നമ്മുടെ പള്ളി ഫ്രീ ആവുകയും നമുക്ക് മറ്റ് തിരുക്കർമ്മങ്ങൾക്ക് അവസരം ഒരുക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുടുംബമായിട്ട് ഭാരവാഹികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫെബ്രുവരി മുതലുള്ള ശനിയാഴ്ച ദിവസങ്ങളിലെ കഞ്ഞി അത് തുടർച്ചയായിട്ട് നമ്മൾ കൊണ്ടുപോകും. കഞ്ഞി, നേർച്ച കഞ്ഞി. അപ്പോൾ അത് ഒരുക്കുവാനായിട്ട് അല്പം നേരത്തെ വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഫെബ്രുവരി മുതൽ ശനിയാഴ്ച ദിവസങ്ങളിൽ 10:00 കുർബാന അത് രാവിലെ 9 മണിക്ക് ആക്കി മാറ്റിയിരിക്കുന്നു. ചെറായി ജപമാല ദേവാലയം അശാരപറമ്പിൽ ആൻ്റണി ഭാര്യ മേരി, വയസ്സ് 72, കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ശവസംസ്കാരം ഇന്ന് 19/1/25 3:30 പള്ളിപ്പുറം മഞ്ഞമാതാ ബസിലിക്കയിൽ വെച്ച് നടത്തപ്പെടുന്നു. സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ പള്ളിപ്പുറം ശതോത്തര രജത ജൂബിലി ഉദ്ഘാടനം 2025 ജനുവരി 24 വെള്ളിയാഴ്ച രാവിലെ 10:30 സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. നമ്മുടെ സ്കൂളാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ആ ഒരു
ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും വർഷത്തിൻ്റെ ഒരു പാരമ്പര്യം പേറുന്ന നമ്മുടെ സ്കൂൾ, സെൻറ്റ് മേരീസ് സ്കൂൾ, അത് നമ്മളെല്ലാവരും തന്നെ അവിടെ പഠിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ നമ്മുടെ സാന്നിധ്യം നമ്മൾക്ക് കൊടുക്കാം. നമ്മുടെ സാന്നിധ്യത്തിലൂടെ ആ ഒരു അടുപ്പം ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ബെന്നു അച്ഛനാണ്.